ഹായ്, അടിപൊളി ഒരു സ്പെഷ്യൽ ബീഫ് കറിയാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി ചൂടാക്കുക. ചട്ടി ചൂടായി ഇങ്ങനെ വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് ഒരു 3 ഉള്ളി, ഒരു 3 തക്കാളി, ഒരു 2-3 പച്ചമുളകൊക്കെ വെട്ടി നുറുക്കി നല്ല പാകത്തിന് വെച്ചിട്ട് ആദ്യം ഉള്ളി ഒന്നിട്ട് ഇങ്ങനെ വാട്ടുക. പച്ചമുളക് ഇടുക, തക്കാളി, ഇത് 3ഉം കൂടെ ഒന്നുണ്ട് വാട്ടിയെടുക്കുക. കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഗുണം, ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഉള്ളി വേഗം വാടി കിട്ടും. അങ്ങനത്തെ ഒരു ഗുണം കൂടെ ഉപ്പ് ആദ്യം ഇട്ടാലുണ്ട്. അങ്ങനെ ഇത് 3ഉം ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വാടി ഒരു പരിവാവുന്ന സമയത്ത് ഒന്ന് മൂടി വെക്കണം. ആ സമയത്ത് നമുക്ക് ബീഫൊക്കെ ഒന്ന് റെഡിയാക്കി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് നല്ല സൂപ്പറാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അതിലേക്ക് 2 വേപ്പില ഇല്ല, വീട്ടിൽ പീടികയെന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അതിടുക. ഒരുവിധം വീടുകളിലൊക്കെ ഇപ്പോൾ വേപ്പും തൈകളുണ്ട്, കാരണം അവിടെ നിന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് ഇട്ടാൽ അതൊന്നും കൂടെ അടിപൊളിയാവും, കെമിക്കലൊന്നും ഇല്ലാതെ. എന്നിട്ട് വേപ്പിൻ്റെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഒന്നും കൂടെ വാട്ടുക. നല്ല വാട്ടും തോറും ബീഫിൻ്റെ ടേസ്റ്റ് കൂടും. ഉയരം കൂടും തോറും എന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കുത്തിച്ചരച്ചത് അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇളക്കം കൂടുന്തോറും ബീഫിന് ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് എന്ത് കറിയുടെയും പ്രത്യേകത തന്നെ കേട്ടോ. വാടൽ കൂടണം, കരിയാൻ പാടില്ല. കരിയാതിരിക്കാനാണ് ആട്ടി കൊടുക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷേ ഇതൊരു സ്പെഷ്യൽ കറിയാണ്. അതായത് ബീഫ് ഒക്കെ റെഡി ആയിട്ടുണ്ട്, അത് ആഡ് ചെയ്യുക. അതിന് മുമ്പ് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളകും പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ. മല്ലിപ്പൊടിയാണ് എല്ലാത്തിനും. പിന്നെ ഉലുവ 1 ടീസ്പൂൺ, ഗരം മസാല ഏറ്റവും നല്ലൊരു സാധനമാണ്. മണം ഇതൊക്കെ വരുന്നെങ്കിൽ ഗരം മസാല തന്നെ വേണം, എല്ലാം കൂടെ ഉള്ളതാണ്. അത് 1 ടീസ്പൂൺ. പെരിഞ്ജീരകം 1 ടീസ്പൂൺ. കുരുമുളകും പൊടി, അതാണ് എരിവിന് അതാണ് നല്ലത്. രുചിക്കും കുരുമുളകാണ് ബീഫിന് ഏറ്റവും ബെസ്റ്റ്. അതാണ്. കുരുമുളകും പൊടി കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നും ഒഴിവാക്കരുത്. മുളകും പൊടിയേക്കാൾ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് കുരുമുളകും പൊടിയാണ്. കാരണം കുരുമുളകും പൊടിയാണ് ബീഫിനൊക്കെ ഒരു ടേസ്റ്റ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ കഴുകി വെച്ച ബീഫ് ആഡ് ചെയ്യുക. എന്നിട്ട് അത് 1 ഗ്ലാസ് വെള്ളം, കാരണം ആവശ്യത്തിന് വെള്ളം ഇറച്ചിയിലുണ്ടാകും, അതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് ഇറച്ചി ഈ ബീഫിന് കുറച്ച് വേവ് കൂടുതലാണ്. കാരണം കുക്കറിലിട്ടിട്ട് ഒരു 5-8 വിസിലെങ്കിലും അടിക്കണം. എന്നതിന് ശേഷമാണ് ഇത് ഈ പരുവത്തിലായി കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതൊരു വെറൈറ്റിയാണ്. ബീഫ് കറി എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിൽ